അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മളിന്ന് ഓതുന്നത് സൂറത്തുൽ ഫലഖാണ്. പരിശുദ്ധ ഖുർആനിലെ 113ാമത് സൂറത്ത്. എല്ലാവരും അതൊന്ന് എടുക്കുക. എടുത്തോ? ഓതല്ലേ? എന്നൊരു അഊദു എല്ലാവരും ചൊല്ലിക്കോളി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില ആളുകൾ ബിസ്മി പറയുമ്പോൾ ബാ പുറത്തേക്ക് വരുന്നില്ല എന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഒരിക്കലും പുറത്ത് വരാതിരിക്കാൻ നിവൃത്തിയില്ല, നിർവാഹമില്ലാത്ത അക്ഷരമാണ് ബാ. എന്നാലും ചില ആൾ വിടുമ്പോൾ ബിസ്മില്ല എന്ന് പറയും. ബിസ്മില്ല അങ്ങനെയല്ല. ബി എന്ന് പറഞ്ഞെല്ലാവരും ബി. ബിസ്മി ബിസ്മി ബിസ്മി. ബാ ശരിക്ക് വരണം, ചിലരുടേത് വരുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഈ സൂറത്തിന് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു, 5 അക്ഷരങ്ങളെ സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കുമ്പോൾ വായ് ഈ ഒരു ചലനം പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. കൽക്കലത്ത് എന്നാണ് അതിനെ പറയുക എന്നും പരിചയപ്പെടുത്തിയിരുന്നു. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അതേതൊക്കെയായിരുന്നു? ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇപ്പം എത്ര അക്ഷരമായി? 5 അക്ഷരമായില്ലേ? നിങ്ങൾ നോക്കൂ, ഈ സൂറത്തുൽ ഫലഖിൻ്റെ അവസാനത്തിൽ ഈ 5 അക്ഷരങ്ങളിൽപ്പെട്ട ഏതൊക്കെ വന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. കൽക്കലത്തിൻ്റെ അക്ഷരം. കൽക്കലത്ത് എന്ന് പറയുമ്പോൾ അത് സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കുമ്പോൾ വഖഫിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ എന്താകും? ഒരു ചലിപ്പിക്കൽ വരുന്ന ചെറിയൊരു കനത്തിൽ പറയുന്ന അക്ഷരമാണത്. അല്ലാതെ ലോലമായി പറയേണ്ടതല്ല എന്ന്. അത് ഏതക്ഷരമൊക്കെ ആയിരുന്നു? ഖാഫ്, പിന്നെ ത്വാ, പിന്നെ ബാ, പിന്നെ ജീം, ദാൽ. ഇനി നമ്മൾ സൂറത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ഈ സൂറത്തിൽ ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ വന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ അല്ലേ? ഒന്ന് ഖാഫ് വന്നു, പ് കണ്ടോ? കൽക്കലത്ത് വേണം, പ് എന്ന് പറയണം. കാഫ് വരുമ്പോൾ പോലെയല്ല. അങ്ങനെയാണെങ്കിൽ ക എന്ന് പറയില്ല, നേരെ എന്ന ഒരു ശബ്ദമേ വരുള്ളൂ. വ്യത്യാസം മനസ്സിലായില്ല. പിന്നെ ഒന്നാ നോക്കിയേ, ബാ, വപ്പ, ബ് ഉണ്ടോ? കുത്തുബ് ജദിൽ ബാ വന്നില്ലേ? ബ്. അപ്പം എന്ത് പറയണം? ബ് എന്ന് തന്നെ പറയണം. പിന്നെ ഏതാണ്? ദാല് വന്നില്ലേ? ദ് ഇല്ലയോ? അതായത് ഖുതുബ് ജദ്ദിലെ 5ാമത്തെ അക്ഷരമായ ദാൽ അവിടെ വന്നു. അപ്പം ഇങ്ങനെ നിർത്തണം? ദ് ഉണ്ടോ? ദ്. താ നിർത്തുന്ന പോലെയല്ല. താ ആണെങ്കിൽ എന്നുള്ള ശബ്ദം ഉണ്ടാകുക. ബിത്ത്, ബിത്ത് എന്ന് പറയില്ല. ബിത്ത്. മനസ്സിലായില്ല? പക്ഷെ ദാലാകുമ്പോൾ എന്ത് പറയും? ദ് എന്ന് തന്നെ പറയണം. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോൾ ഇത് ഇടയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇടയിൽ വരുന്ന ഒരു വാക്കിൻ്റെ ഇടയിലാണ് ഈ അക്ഷരം വരുന്നത്. അവൾ സുക്കൂനായിട്ടാണ് വരുന്നതെങ്കിലും ഇതേപോലെ തന്നെ ഉച്ചരിക്കണം. നേരെ മറിച്ച് മറ്റുള്ള അക്ഷരങ്ങൾ ഇങ്ങനെയല്ല. ഇപ്പം തായിന് സുക്കൂനായിട്ട് നമ്മൾ ഇടയിൽ വായിക്കൽ എങ്ങനെ വായിക്കും? വിത്ത്.
വിത്ത് ഉണ്ടോ? വിത്തീർ എന്ന് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം ഇന്നലെ നമ്മൾ സൂറത്തുൻ നാസ് പഠിച്ചു. സൂറത്തുൻ നാസ് പഠിച്ചപ്പോൾ ഒരിക്കലും ഇതേപോലെ അഊദു ബിറബ്ബിൻ നാസ് അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഇവരെങ്ങനെ പറഞ്ഞ് നാസ് ഉണ്ടോ? വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കുത്തുബ് ജദിൻ്റെ വ്യത്യാസം മനസ്സിലായോ? കുത്തുബ് ജദ് എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളുടെ മുകളിൽ വഖഫ് ചെയ്യുമ്പോൾ ഒരു ചലിപ്പിക്കൽ വരും. വഖബ്, ഹസദ്, മസദ് ഉണ്ടോ? ആ കാര്യമൊക്കെയാണല്ലോ. ഇനി ഈ സൂറത്ത് 5 ആയത്താണുള്ളത്. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്നൊരു സൂറത്താണ് ഫലഖും നാസും. ഇവകൾക്ക് പറയുന്ന ഈ 2 സൂറത്തുകൾക്കും കൂടി പറയുന്നൊരു പേരുണ്ട്, മുഅവ്വിദത്തൈൻ. എന്താ പറയാ? എന്താ അതിൻ്റെ പ്രത്യേകത? 2 കാവൽ തേടിയുള്ള സൂറത്തുകൾ എന്നാ. നിങ്ങൾ നോക്കൂ, ഇന്നലെ നമ്മൾ പഠിച്ചു ഖുൽ. എന്താ അർത്ഥം പറഞ്ഞ ഖുൽ? നീ പറയുക, അതായത് നബിയെ അങ്ങ് പറയുക, അല്ലേ? അത് കഴിഞ്ഞുള്ള വാക്ക് ഏതാണ്? അഊദു. അഊദിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കാവൽ തേടുന്നു, അല്ലേ? ഇവിടെയും ഈ സൂറത്തിൻ്റെ ആദ്യത്തിലൊന്ന് നോക്കിയേ, ഖുൽ അഊദു. നബിയെ അങ്ങ് പറയുക, അഊദു, ഞാൻ കാവൽ തേടുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഇത് 2ഉം കാവൽ തേടിയുള്ള സൂറത്താണ്. 2ഉം കാവൽ തേടിയുള്ള സൂറത്താണ്. പ്രധാനമായും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജിന്ന് ഭൂതവർഗങ്ങളുടെ ഷെറുകൾ. മറ്റൊന്ന് മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭൂമുഖത്ത് പടച്ച ഏതൊക്കെ പടപ്പുകളുണ്ടോ, അത് കരുനാക്കുള്ളവനാവട്ടെ, കണ്ണീറിൻ്റെ പ്രശ്നമുള്ള ചില ആളുകൾക്ക് നാവില്ലേ, ചില ആളുകൾക്ക് നാവ് അല്ലേ പറഞ്ഞാൽ മതി അപ്പം കൊള്ളും. അപ്പം അങ്ങനത്തെ നാവുള്ളവരാവട്ടെ, ഈ കണ്ണീറുണ്ടാവും. ചില ആളുകൾക്ക് കണ്ണൊരു വലിച്ചാൽ മതി, സുബ്ഹാനല്ലാഹ്, അതോടുകൂടിയൊക്കെ തീരും. അൽ ഐനു ഹഖ്ഖുൻ എന്നാണ്, കണ്ണീർ സത്യമാണെന്ന് മുത്ത് റസൂലുള്ളാഹി. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊന്നും സത്യത്തിൽ ഇതൊന്നും പ്രത്യക്ഷത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒരു എന്താ പറയുക, കരിങ്കണ്ണൻ എന്നൊക്കെ പറയുന്ന ഒരാൾ നോക്കി എന്നതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മളെ മേത്തൊന്നും തട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ കെടുതി നമ്മളെന്താവുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്നതും കാണാത്തതുമായ ഏതൊക്കെ. ഇപ്പോൾ കൊറോണ വൈറസ് നമ്മൾ ആരെങ്കിലും ഇതിനെ കണ്ടോ? പ്രത്യക്ഷത്തിൽ കണ്ടില്ലല്ലോ. പക്ഷെ അതിൻ്റെ കെടുതികൾ എന്തായി നമ്മൾ പറയൂ, അനുഭവിച്ചു. അപ്പോൾ അതാണ് പറഞ്ഞത് മാ ഖലഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ പടച്ചോൻ പടച്ച ഏതൊക്കെ ജീവികളുടെ, ഏതൊക്കെ വസ്തുക്കളുടെ എന്തൊക്കെ ഷെറുണ്ടോ, അത് കാറ്റിൻ്റെ ഷെറാവട്ടെ, മഴൻ്റെ ഷെറാവട്ടെ, പാമ്പുകളെ ഷെറാവട്ടെ, പ്രകൃതിയുടെ ഷെറാവട്ടെ, എന്ത് ഷെറാണെങ്കിലും അതിൽ നിന്നൊക്കെ കാവൽ ചോദിച്ചു കൊണ്ടുള്ള സൂറത്താണ്. അപ്പോൾ വേണോ വേണ്ടേ? വേണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെയും വൈകുന്നേരവും ഈ 2 സൂറത്തുകൾ പതിവാക്കിയാൽ എല്ലാവിധ ഷെറുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രൊട്ടക്ഷനാണ്. അത് നമുക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ്, ഒരു കാവലാണ്. വലിയ പണിയൊന്നുമില്ല, നിസ്സാരമാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് ഓതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓതാം. ഒന്നുകൂടി. ഇനി ഞാൻ ഓതുന്നത് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. صدق الله العظيم. ഇവിടെ നോക്കൂ നിങ്ങൾ, ആദ്യം ഇതിലുള്ള പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. 1, ഖാഫാണ് ആദ്യത്തെ അക്ഷരം. ഖാഫ് എന്ന് പറഞ്ഞെല്ലാവരും
കോ, ചുണ്ടിനൊന്നൊരു പണിയുമില്ല, അണ്ണാക്കുന്ന വരിക. കോ തീ കോ, കാഫിൻ്റെ അടുത്തായിട്ട് വരും. കോ എന്താണ്? കോ തീ കോ ഖാഫ്. ഓക്കെ. ഖുൽ എന്ന് പറഞ്ഞെല്ലാവരും ഖുൽ ഖുൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഹംസ തൊണ്ടയിൽ നിന്ന് വരണം എന്ന് പറഞ്ഞു നോക്കിയേ. അഊദു ഐന് തൊണ്ടയിൽ നിന്ന് തന്നെ മധ്യത്തിൽ നിന്ന് വരും. അഊദു ഖുൽ അഊദു പറയും. ഖുൽ അഊദു ഖുൽ അഊദു അല്ല, ചില ആളുകൾ അങ്ങനെ ഓതും. ഖുൽ അഊദു ഖുൽ അഊദു ഖുൽ അഊദു അല്ല. പിന്നെ ഖുൽ അഊദു. പിന്നെ ബി റബ്ബിൽ ഫലഖ് ബി റബ്ബിൽ ഫലഖ് ബി റബ്ബിൽ ഫലഖ്. പിന്നെ മിൻ ശർരി മാ ഖലഖ്. അവിടെ മിൻ, ഇന്നലെ നമ്മൾ പറഞ്ഞ സാക്കിനായ നൂൻ അവിടെ ഉണ്ട്, ഉണ്ടോ? നോക്കി, അതിനാണ് മുസാഫ് എടുക്കാൻ പറഞ്ഞത്. എവിടെ? മീൻ കഴിഞ്ഞിട്ട് മീമ് കഴിഞ്ഞിട്ട് പിന്നെ അക്ഷരം ഏതാണ്? നൂന്. ആ നൂനിന് ഫത്തഹാണോ കിസ്റാണോ ലമ്മാണോ? ഞാൻ ചോദിക്കുന്നത് മറുപടി പറയുങ്ങൾ. ഉണ്ടോ? ഫത്തഹ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ എന്ന് നാ എന്ന് പറയാനുള്ള ഹർക്കത്തുണ്ടോ? നീ എന്ന് പറയാനുള്ളതുണ്ടോ? നൂ പറയാനുള്ളതുണ്ടോ? പിന്നെ എന്താ ഉള്ളത്? നിങ്ങളെ മുസാഫിൽ എന്താ കാണുന്നത്? അല്ല, പുള്ളി ഉണ്ടെങ്കിലേ നൂനാവുള്ളൂ. വേറെ ഈ പറഞ്ഞ ഈ സ്വരങ്ങളല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിന് ഫത്തഹോ കിസ്റോ ലമ്മോ ഒന്നുമില്ലല്ലോ. സുക്കൂനുണ്ടോ? പഴയ മുസാഫിലൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മലബാരി മുസാഫിലൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കും? സുക്കൂൻ കൊടുക്കും. സുക്കൂൻ പറഞ്ഞാൽ 0. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ ലിപി അനുസരിച്ച് ഫത്തഹ് കിസ്റ ലൊമ്മൊന്നും ഇല്ലെങ്കിൽ ആ അക്ഷരത്തെ എന്താ പറയുക? സുക്കൂനുള്ള അക്ഷരം എന്നാ പറയുക. ഒരു അക്ഷരത്തിൻ്റെ അടിസ്ഥാനം സുക്കൂനിലാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പം ഇനി നൂന് എന്നല്ല, വേറെ ഏത് അക്ഷരമാണെങ്കിലും ഫത്തഹോ കിസ്റോ ലൊമ്മില്ലെങ്കിൽ അതിനെന്ത് പറയും? ഇപ്പോൾ ഒരു മീമിട്ടു. മിം ഒരു ഉദാഹരണം കേട്ടോ, ഇത് പിന്നെ ആവശ്യം വരും ചെയ്യും. ഒരു എന്താ പറയുക, മീമിട്ടു. ആ മീമിന് ഫത്തഹോ കിസ്റോ ലൊമ്മും ഇല്ലെങ്കിൽ അതിനെന്ത് പറയും? എന്തുള്ള മീം എന്ന് പറയും? ഈ പറയും. നേരത്തെ ഞാൻ പറഞ്ഞു സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞില്ലേ? എന്ന പോലെ ഇവിടെ എന്ത് പറയും? സുക്കൂനുള്ള മീം. മനസ്സിലായില്ല? അത് ഫത്തഹോ കിസ്റോ ലൊമ്മോ ഇല്ലെങ്കിൽ ആ അക്ഷരം എന്തുള്ളതാണ്? സുക്കൂനുള്ളതാണ് എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സുക്കൂനുള്ള നൂൻ ഉണ്ട്. എല്ലാവരും സമ്മതിച്ചല്ലോ? ഓക്കെ. സുക്കൂനുള്ള നൂന് എവിടെ കണ്ടാലും ശേഷം വരുന്ന അക്ഷരത്തെ നോക്കി 5 നിയമത്തിലേക്ക് നമ്മൾ എത്തണം. എന്താ ഞാൻ പറഞ്ഞേ? സുക്കൂനുള്ള നൂനിനെ എവിടെ കണ്ടാലും ശേഷം വരുന്ന അക്ഷരം ഏതാണോന്ന് നോക്കിയാൽ 5 നിയമമായിരിക്കും. എത്ര നിയമം? 5 നിയമം കൂടിയും വരില്ല. 5 നിയമം. ഞാൻ എളുപ്പമാക്കി തരാം. ഇപ്പം നിങ്ങൾ കണ്ട അക്ഷരം ഏതാണ്? നൂനിന് ശേഷം കണ്ട അക്ഷരം ഏതാണ്? ഷീൻ എന്ന് പറയും. എന്താണ്? ഷീൻ. ഇത് മലയാളത്തിലെ ഷായല്ല. പിന്നെയോ? പിന്നെ ഏറെ സാമ്യം നമ്മളിങ്ങനെ ഗാ പോലെ ഇട്ടിട്ട് ഉള്ളിൽ വള്ളിയിട്ട് കൊടുക്കൂലേ, അതാണ് ഏറെ സാമ്യം. അതാണ് ഷംസു എന്ന് പറയുന്നത്. മറ്റേ ഷാ അല്ല. മനസ്സിലാവുണ്ടോ? കഷായം ശശി പോലത്തെ ഷായാണ് ഏറെക്കുറെ സാമ്യമായിട്ട് വരിക. മനസ്സിലാവുണ്ടോ? അപ്പോൾ നോക്കാം. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം നിങ്ങൾ കണ്ട അക്ഷരം ഏതാണ്? ഷീൻ. മനസ്സിലാക്കുക, ഷീന് പോലെ ഇനി ഒരു 14 അക്ഷരവും ഇതുപോലെ നൂനിന് ശേഷം വന്നാൽ അവിടെയുള്ള നിയമത്തിൻ്റെ പേര് ഇഖ്ഫാ എന്നായിരിക്കും. താ നോക്കി, താ സാ ജീം ദാൽ ഹാ സായ് ഷീൻ. ഇപ്പോൾ പറഞ്ഞ ഷീൻ, സീൻ സ്വാദ് വാദ് ത്വാ പിന്നെ ലാ ഫാ ഖാഫ് കാഫ്. എത്ര അക്ഷരമായി? നിങ്ങൾ എണ്ണിയില്ല? എത്രയായി? ഉറക്കെ പറയും. 15. ഒറ്റയടിക്ക് മെമ്മറി കയറൂലെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ പറയാം. ഈ 15 അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടുത്തെ നിയമത്തിൻ്റെ പേരാണ് ഇഖ്ഫാ. എന്താണ്? ഞാൻ പറഞ്ഞ 5 നിയമം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? 5 ഇവിടെ ഷീൻ ഉൾപ്പെടെയുള്ള 15 അക്ഷരങ്ങളിൽ ഏത് വന്നാലും അപ്പം മനസ്സിലാക്കണം ഇവിടുത്തെ നിയമം ആരാണ്? ഇഖ്ഫാ. എന്താണ് ഇഖ്ഫാ?
ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് അർത്ഥം. മറക്കുക, അതായത് ഈ സാക്കിനായ നൂൻ എന്താക്കും, അങ്ങോട്ട് മറക്കും, എന്നിട്ടോ ഒന്നുകൊണ്ട് മണിക്കും. ഉദാഹരണമായിട്ട് ഇപ്പം മിൻ ഷെദ്ദി എന്നല്ലേ, ഇപ്പം നൂന് വ്യക്തമാണോ അല്ലേ പറയുമ്പോൾ? മിൻ ഷെദ്ദി എന്ന് പറയുമ്പോൾ നൂന് വ്യക്തമാണോ അല്ലേ? ആണ്. ഇന്ന് ഞാൻ അതിൽ മറക്കാൻ പോവാണ് കേട്ടോ. മ്യാശ ഉണ്ടോ, മ്യാശ. അപ്പം ആ ഇൻ എന്നുള്ള ആ ഒരു വ്യക്തത അങ്ങോട്ട് പോയിട്ട് അതിനങ്ങോട്ട് മറപ്പിച്ച് ഒന്നുകൊണ്ട് മണിച്ചു കൊടുത്തു. ഇതാണ് ഇഖ്ഫാഇൻ്റെ ഡ്യൂട്ടി. ഒന്ന് പറഞ്ഞു നോക്കിയേ, മ്യാശദ്ദി. അപ്പം ഇനി ഇതേപോലെ തന്നെയാണ് ഒരു താ ആണ് വന്നെന്ന് കൂട്ടിക്കോളൂ. അപ്പം എങ്ങനെ പറയാ? മിൻ, ഒരു താ വന്നു കൂട്ടിക്കോളി. നിങ്ങൾ ഇവിടെ ഖുർആനിലല്ല, നിങ്ങൾ കൂട്ടിക്കോളി. മിൻ എങ്ങനെ പറയാ? മ്യാത. എന്നാൽ സാ വന്നൊരു ഉദാഹരണം, സാ ഈ 15 പെട്ടതാണ്. സാ സാ എന്ന് പറഞ്ഞാൽ താ പോലെ എഴുതി 3 പുള്ളി. അവിടെ മിൻ സമറത്തിൻ എന്നാണ്. എങ്ങനെ വായിക്കും? മിൻ സമറത്തിൻ ഖുർആനിലുണ്ട്. അപ്പം എങ്ങനെ വായിക്കും? പറയും, ആ നിയമത്തോടെ പറയും. മിൻഷ മിൻഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മ്യാശ എന്നതുപോലെ മ്യാസ. പിന്നെ ഫാ വന്നാലും ഇങ്ങനെ എത്ര അക്ഷരം ഞാൻ പറഞ്ഞു? 15 അക്ഷരം വന്നാൽ അവിടെയുള്ള നിയമത്തിൻ്റെ പേരാണ് ഇഖ്ഫാ. അഥവാ ആ നൂനിന് എന്താകും? മറച്ച് മണിക്കും. ഓക്കെ ആണോ? ഇനി നോക്കൂ നിങ്ങൾ. അപ്പം ഇനി ബാക്കി എത്ര നിയമം ബാക്കിയുണ്ട്? സാക്കിനായ നൂന് ശേഷം വരുന്ന അക്ഷരങ്ങളെ നോക്കിയിട്ട് 5 നിയമങ്ങൾ പറയുന്നു പറഞ്ഞു. അതിൽ ഒരുപാട് അക്ഷരമുള്ള നിയമമാണ് ആര്? ഇഖ്ഫാ. ഓക്കെ, ഇഖ്ഫാ. ഇനി ഇതല്ലാത്ത 4 നിയമങ്ങൾക്ക് കൂടി 15 കഴിഞ്ഞാൽ ഇനി എത്രയേ ഉള്ളൂ അറിയോ? 13 അക്ഷരേ ബാക്കിയുള്ളൂ. 4 നിയമങ്ങൾക്ക് കൂടി എത്ര അക്ഷരേ ബാക്കിയുള്ളൂ? അപ്പോൾ കുറേ മക്കളുള്ള ആളാണ് ആര്? ഒന്ന് പറയുങ്ങളെ, കുറേ മക്കളുള്ള 15 മക്കളുള്ള ആളാണ് ആര്? ഇഖ്ഫാ. കൂടുതൽ വരിക ഇഖ്ഫാ ആയിരിക്കും. അതുകൊണ്ട് 15 അക്ഷരമല്ലേ? ഓക്കെ, നോക്കൂ ഇവിടെ എവിടെയൊക്കെ വരുന്നുണ്ട് നോക്കാം. അവിടെ റായിനെ ഷദ്ദായ കിസ്റായപ്പോൾ എന്ത് ചെയ്തു? തർക്കീക്കാക്കി വന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. ഇനി വീണ്ടും നോക്ക്. ഓതി. ഒരു നിയമം പഠിച്ചാൽ അത് പാലിക്കണം. അതാണ് നല്ല വിദ്യാർത്ഥികൾ. ഇവിടെ തൊട്ട് മുമ്പിൽ ആ നിയമം പറഞ്ഞാൽ പിന്നെ തൊട്ട് പിറകെ വരുമ്പോൾ ആ നിയമം അനുസരിച്ച് തന്നെ പോണ്ടേ. അപ്പോൾ അത് മാഷാ അല്ലാഹ്. വമിൻ ശദ്ദി ഗാസിഖിൻ വമിൻ ശദ്ദി ഗാസിഖിൻ ഇദാ വഖബ ഗാസിഖിൻ ഗാസിഖിൻ ഇദാ വഖബ. ഓക്കെ, ഒന്ന് ഓതിയേ. വമിൻ ശദ്ദി. മാഷാ അല്ലാഹ്. അപ്പോൾ രണ്ടിടത്ത് ഒരേ നിയമായതുകൊണ്ട് ആ നിയമത്തിന് എന്ത് നമുക്ക് പേര് പറയാം? ഇഖ്ഫാ. മാഷാ അല്ലാഹ്. എന്താണ്? ഇഖ്ഫാ. ഓക്കെ, ഇനി ഇവിടെ തൻവീനുണ്ട്. അത് നമ്മൾ മറ്റൊരിക്കൽ പറയാം. എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഉള്ളതും കൂടി പൊട്ടക്കണ്ടെന്നുള്ള സ്ഥിതി വരും. അതുകൊണ്ടാണ് വേറെ എങ്ങോട്ടും കിടക്കാത്തത് കേട്ടോ. ഇനി അടുത്ത് എങ്ങനെ ഓതിയാ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, വിജയിച്ചു. ഇതിന് മേലെ ഇനി എന്താ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എന്താ പറയുക, ആ വളരെ ഓർമ്മയുള്ള ക്യാച്ച് ചെയ്യുന്ന കാലമൊന്നുമല്ല, ആണോ? ഇല്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിലർക്ക് 60-ന്റെ മേലെ പ്രായമുള്ള ആളുകളാണ്. എന്നിട്ട് പോലും ആ നിയമം പെട്ടെന്ന് അൽഹംദുലില്ലാഹ് കൊണ്ടുവന്നല്ലോ. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓതി. വമിൻ ഷദ്ദി. ഓക്കെ, അവിടെ ഇഖ്ഫാ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഓതേണ്ട വാക്ക് ഞാനെന്ന് പറഞ്ഞുതരാം. നഫാസാത്ത് എന്ന് പറഞ്ഞേ. നഫാസാത്ത് ഒരു ഇത്തിരി പ്രയാസമുള്ളൊരു വാക്കാണ്. നഫാസാത്ത്. സായല്ല, സായാണ് കേട്ടോ. കാറ്റിങ്ങനെ നന്നായിട്ട് വരും. മൈക്കിലൊക്കെ ശരിക്കും കേൾക്കാം. നഫാസാത്ത് മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ ഈ എന്താ പറയുക, നൂന് ഷദ്ദുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്നലെ നമ്മൾ പറഞ്ഞു, നാസിൽ പഠിച്ചപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് എന്തായിരുന്നു? യെസ്, മണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം? മണിച്ചോളൂ. എങ്ങനെ? വമിൻ ശദ്ദിൻ നഫാസാതി ഫിൽ ഉഖദ്
ഫില്ലുക്കതല്ല, പിന്നെ ഫിൽ ഉഖദ്, ഫിൽ ഉഖദ്, ഉഖദ്, ഉഖദ്. വമിൻ ശദ്ദിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്. മാഷാ അല്ലാഹ്. ഓക്കെ, ഫില്ലുക്കതല്ല, പിന്നെ ഫിൽ ഉഖദ്. അടുത്ത് വീണ്ടും മാഷാ അല്ലാഹ്. വമിൻ ശദ്ദി ഹാസിദിൻ ഇദാ ഹസദ്, ഹാസിദിൻ ഇദാ ഹസദ്. പറയും വമിൻ ശദ്ദി ഹാസിദിൻ ഇദാ ഹസദ്. ഓക്കെയോ? പാരായണം ഇങ്ങനെയാണ് നടത്തേണ്ടത്. ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് വേഗം അങ്ങോട്ട് പോകാം. കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? വൈകിട്ടില്ലല്ലോ? വൈകിയവർക്ക് പോകാട്ടോ, പ്രയാസമുണ്ടെങ്കിൽ പോണേ. നോക്കൂ, ആ ബിസ്മിൽ അർത്ഥം ഇനി പറയേണ്ട ആവശ്യമില്ല. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉറക്കെ പറയും, ഞാൻ തുടങ്ങുന്നു. മാഷാ അല്ലാഹ്. ഖുൽ എന്നതിൻ്റെ അർത്ഥം ഞാൻ പറയില്ല, കാരണം ഇന്നലെ പഠിപ്പിച്ചാണ്. നബിയെ അങ്ങ് പറയുക. അഊദു, ഞാൻ കാവൽ തേടുന്നു. ബിറബ്ബും ഇന്നലെ പഠിച്ചാണ്. ബിറബ്ബിന്നാസിലെ ബിറബ്ബ് പഠിച്ചില്ല ഇന്നലെ? ഇല്ലേ? ബിറബ്ബ് ഇന്നലെ പഠിച്ച. അപ്പം ഇന്നും പറയുന്നതിൽ അർത്ഥമല്ല. അപ്പം നിങ്ങൾ മറ്റേ മോശക്കാരാക്കില്ല ഞാൻ. അത് വേണ്ട, നിങ്ങൾ ഉഷാറാണ്. ബിറബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബിനോട്. അതെ, യെസ്, അതിന് റബ്ബിനോട്. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം പറയാ? ഖുൽ അഊദു ബിറബ്ബി, അത്ര അർത്ഥം പറയും. റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. പിന്നെ പറയുന്നത് വേറൊരു വാക്കാണ്, അത് റബ്ബിൻ്റെ വിശേഷണമാണ്. അൽ ഫലഖ്, ഫലഖിൻ്റെ റബ്ബിനോട്. എന്താണ്? പറയൂ. ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ് അർത്ഥം. ഫലഖ് പ്രഭാതം. അപ്പോൾ പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയൂ നബിയെ. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞേ, പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയൂ നബിയേ. മാഷാ അല്ലാഹ്. ഇനി എന്തിൽ നിന്നാ കാവൽ തേടുന്നത്? അടുത്തത് മിൻ ശർരി. ഇന്നലെ പഠിച്ചു നമ്മൾ മിൻ ശർർ. ഇന്നലെ പഠിച്ചു മിൻ ശർർ. ഇന്നലെ പഠിച്ചല്ലേ? എന്തത് മിൻ ശർറിൻ്റെ അർത്ഥം? ഷെറിൽ നിന്ന്. മാഷാ അല്ലാഹ്. ഷെറിൽ നിന്ന്. ഷെർ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ ഹൈറിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ത്? ഷെർ. പെട്ടെന്ന് മനസ്സിലാവാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശല്യം, പ്രയാസം, ബുദ്ധിമുട്ട്, ഇതിനൊക്കെ ഷെർ പറയും. അപ്പോൾ മിൻ ഷദ്ദി പറയും. മിൻ ഷദ്ദി, ഷെറിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. ഷെറിൽ നിന്ന് പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. അല്ലേ? ആരുടെ ഷെറ്? മാ ഖലഖ്. എന്താണ്? മാ ഖലഖ്, അവൻ പടച്ച. ആര് പടച്ച? അല്ലാഹ് പടച്ച എല്ലാത്തിൻ്റെയും ഷെറിൽ നിന്ന്. കണ്ടോ? ഇത് ഓതിയാൽ തന്നെ എല്ലാ ഷെറിന്നും ആരെ കാവൽ കിട്ടും? അള്ളാഹിൻ്റെ കാവൽ കിട്ടും. അപ്പം ഒന്ന് പറഞ്ഞേ, മിൻ ശർരി മാ ഖലഖ്. അർത്ഥം പറയൂ. അല്ലാഹു പടച്ച, പടച്ചവയുടെ അല്ലെങ്കിൽ പടച്ച എല്ലാത്തിൻ്റെയും ഷെറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഏതിൻ്റെ? പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. മാഷാ അല്ലാഹ്. ഓക്കെ, രണ്ട് ആയത്തും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അർത്ഥം പൂർണ്ണമാവും. ഇനി കേട്ടോളൂ. പിന്നെയും പറയുന്ന ഷെറുകൾ. വമിൻ ശദ്ദി, പിന്നെ ആരിൽ നിന്നാണ്? ഷെറിൽ നിന്ന് കാവൽ തേടുന്നു. എപ്പോ? ഗാസിഖിൻ ഇദാ വഖബ്. ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പറഞ്ഞാൽ രാത്രി അത് ഇരുളടയുമ്പോൾ, ഇരുട്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഷെറ്. രാത്രിയിൽ എപ്പോഴാണ് പ്രശ്നം? ആ മഗ്‌രിബിൻ്റെ സമയത്താണോ പ്രശ്നം? ഇരുട്ട് കൂടുമ്പോഴാ പ്രശ്നം? നമുക്ക് മനസ്സിലായില്ല. രാത്രിയിൽ ഡേഞ്ചർ എപ്പോഴാ? ആ മഗ്‌രിബിൻ്റെ ആ ഇരുട്ടാകുന്ന സമയത്താണോ? ഇരുൾ മുറ്റിയാലാണോ? അതിൻ്റെ സമയത്ത് അപ്പോഴാണോ പ്രശ്നം? ഞാൻ പറഞ്ഞ ഇരുട്ടിലല്ലേ നമുക്ക് പ്രശ്നം ഉണ്ടാവുക. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. നമ്മൾക്ക് കാണാൻ കഴിയാതെ, നമുക്ക് തടുക്കാൻ കഴിയാതെ പെട്ടെന്ന് ഇരുട്ടിലുണ്ടാകുന്ന അറ്റാക്ക് നമുക്ക് എന്താകൂല? കാണാൻ കഴിയുമോ? ഇല്ല. ബാക്കി ഇരുള് തുടങ്ങുന്ന സമയത്ത് വേറെ ഷെറുകളുണ്ട്, അത് വേറെ. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ പകലിനേക്കാൾ ഡേഞ്ചറാണ് ആര്? രാത്രി. അത് കറക്റ്റ് അല്ലേ? അപ്പം രാത്രി അത് ഇരുളടയുമ്പോഴുണ്ടാകുന്ന ഷെറിൽ നിന്നും അള്ളാഹിനോട് ഞാൻ കാവൽ തേടുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ പേടി, പകലിറങ്ങാനാ പേടി, രാത്രി ഇറങ്ങാനാ പേടി? പറയും.
രാത്രി ഉണ്ടോ. അപ്പോൾ നമ്മൾ അഥവാ ഒന്ന് കട്ടകാലത്ത് എന്തെങ്കിലും അത്യാവശ്യം രാത്രി പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ ഈ സൂറത്തൊക്കെ ഓതിയിട്ട് പോകുമ്പോൾ രാത്രിയിൽ ഉണ്ടാകുന്ന എല്ലാ ഷെറുകളുണ്ടാകും. നമ്മൾ കാണാത്ത ജന്തുക്കളാവട്ടെ മറ്റെന്താവട്ടെ അതിൻ്റെയൊക്കെ ഷെറിന്ന് നമുക്ക് എന്ത് കിട്ടും? കാവൽ കിട്ടും. നമ്മളെ ടോർച്ചിനേക്കാളും മറ്റായുധങ്ങളെക്കാളൊക്കെ പവർ ഇതിനുണ്ടാവും, അള്ളാൻ്റെ കാവൽ. കാരണം അള്ള പടച്ചതിനെ അള്ളാഹിനോട് നിയന്ത്രിക്കാൻ പറയാം. പടച്ചവനെ നീ പഠിച്ചതാണ്, പാമ്പാവട്ടെ തേളാവട്ടെ മറ്റെല്ലോ ഹലാക്കുകളും അല്ലേ. പക്ഷെ ഞങ്ങൾക്ക് അതിനെന്താക്കാൻ പറ്റൂല, തടുക്കാൻ പറ്റൂല. അതുകൊണ്ട് പടച്ച നീ തന്നെ എന്താക്കി അതിനെ പിടിച്ചു നിർത്തുക. അവന് നമുക്ക് പേടിയില്ലല്ലോ. പിന്നെ പേടിയുണ്ടോ? വീട്ടുകാരൻ തന്നെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ പ്രശ്നം? മനസ്സിലായില്ല. അതാണ് മാ ഖലഖ്. എന്താ പറഞ്ഞ് അമിൻ ഷദ്ദി അമിൻ ഷദ്ദി പറയും വമിൻ ഷദ്ദി ഗാസിഖിൻ ഇദാ വഖബ്. ഇരുളടയുന്ന രാത്രിയുടെ ഷെറിൽ നിന്നും അഥവാ അതിൻ്റെ തിന്മയിൽ നിന്നും ഏതിൻ്റെ റബ്ബിനോട്? പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുക. ഇനി അടുത്ത് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്. മാഷാ അല്ലാഹ്. എന്താണ് പറയുന്നത്? വമിൻ ശർരി, ഷെറിൽ നിന്ന്. ഷെർ എന്ന് പറഞ്ഞാൽ തിന്മ എന്നൊക്കെ പറയാം. തിന്മയിൽ നിന്ന് കാവൽ തേടുന്നു. ആരുടെ തിന്മ? നഫ്ഫാസാത്ത്, കെട്ടുകളിൽ ഊതുന്ന മാരണക്കാരികളുടെ ഷെറിൽ നിന്ന്. നഫ്ഫാസാത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഈ കയറൊക്കെ എന്ത് ചെയ്യും? ജപിച്ചുകൊണ്ട് കെട്ടും, എന്നിട്ട് അതിൽ ഊതുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് ഈ സൂറത്തിറങ്ങുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ മാരണം ചെയ്തിരുന്നത് പെണ്ണുങ്ങളായിരുന്നു. അതാണ് നഫ്ഫാസാത്ത് പറയാൻ കാരണം. പെണ്ണുങ്ങൾ എന്നർത്ഥം. ഏത് പെണ്ണുങ്ങൾ? ഊതുന്ന ജപിച്ചൂതുന്ന പെണ്ണുങ്ങൾ. എന്തിനാണ് അവർ ഊതുക? ഫിൽ ഉഖദ്, കെട്ടുകളിൽ. കയറൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? കെട്ടിയിട്ട് അതിൽ ഊതി മാരണം ചെയ്തിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ കൂടുതലും ആരായിരുന്നു? അന്ന് പെണ്ണുങ്ങളായിരുന്നു. അതുകൊണ്ടാണ് നഫ്ഫാസാത്ത് എന്നുള്ള പ്രയോഗം ഉണ്ടായത്. നോക്കൂ, അപ്പം എന്താ പറഞ്ഞത്? കെട്ടുകളിൽ ഊതുന്ന മാരണക്കാരികളുടെ ഷെറിൽ നിന്നും ഫലത്തിൻ്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയൂ നബിയേ. വീണ്ടും പറയുന്നുണ്ട് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. വമിൻ ശർരി, ഷെറിൽ നിന്ന്. ആരുടെ? ഹാസിദിൻ. ഹാസിദ് പറഞ്ഞാൽ അസൂയക്കാരൻ. നമ്മളറിയണം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരെന്നറിയ നിങ്ങൾക്ക്? അസൂയക്കാരനെ. അസൂയക്കാരന് ഒന്നിനും മടിക്കുക. ഉള്ളിലങ്ങോട്ട് അസൂയ അങ്ങോട്ട് വന്നാൽ അവനങ്ങോട്ട് പൊളിക്കാൻ, ഇരുത്താൻ, കിടത്താൻ എന്ത് പണിയാവും നോക്കും. മരണമാവാം, കൊട്ടേഷനാവാം, എന്തും ആവാം. അവൻ്റെ മനസ്സിലിങ്ങനെ പക ഇങ്ങനെ തേട്ടി വരും. അപ്പോൾ ഇല്ലാ കഥകളും മറ്റു പലതും ഉണ്ടാക്കി വരും. അതുകൊണ്ട് അസൂയക്കാരനെ എന്ത് ചെയ്യണം? മരണക്കാരനെ പോലെ പേടി. ഇവിടെ നോക്കിയാൽ നിങ്ങൾ എടുത്തു പറഞ്ഞു, മരണക്കാരികളെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറയുന്ന ആരാണ്? പകലുണ്ടാകുന്ന ഷെറിനെ കുറിച്ച് പറഞ്ഞു, രാത്രിയുടെ ഷെറിനെ കുറിച്ച് പറഞ്ഞു. പടച്ചവൻ പടച്ച പടപ്പുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞൊരു ഷെറാണ്. അത് നമ്മൾ മനസ്സിലാക്കി. എടുത്തു പറഞ്ഞൊരു ഷെറാണ് അസൂയക്കാരൻ്റെ ഷെറ്. പടച്ചവൻ കാക്കട്ടെ. അപ്പം നമ്മൾ ഈ ആയത്ത്, ഈ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ അസൂയക്കാരൻ എന്തൊക്കെ അവിടെ ഒപ്പിച്ചാലും ഈ സൂറത്ത് നമുക്ക് എന്താണ് എന്ന് പറ? കാവലാണ്. അപ്പോൾ വമിൻ ശർരി ഹാസിദിൻ, അസൂയക്കാരൻ്റെ ഷെറിൽ നിന്നും ഫലത്തിൻ്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയൂ നബിയേ. ഓക്കെ. എപ്പോഴാണ് അസൂയക്കാരൻ ഷെർ? എപ്പോഴുണ്ടാകും? ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ. അപ്പോൾ അസൂയക്കാരൻ, ഇങ്ങനെ പറയാം, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന ഷെറിൽ നിന്നും അള്ളാഹുവിനോട് അല്ല, ഇതിൻ്റെ റബ്ബാണ്, പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുക നബിയേ. ഇതാണ് ഈ സൂറത്തിൻ്റെ ആശയം. ഈ സൂറത്തിറങ്ങാണ്ടായ സാഹചര്യം ഇതും കൂടി പറഞ്ഞ് ഇതാണ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇനി നമുക്ക് കൊണ്ടുവരും. സൂറത്തിറങ്ങാണ്ടായ സാഹചര്യം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ സിഹർ ചെയ്തു. സിഹർ പറഞ്ഞ അർത്ഥം മാരണം, മാട്ടുമാരണം എന്നൊക്കെ പറയില്ലേ, മാരണം ചെയ്തു. നബി ആകെ തളർന്നു. നബി എന്തായി? ആ മുത്ത് നബിക്ക് സിഹറേറ്റാൽ നമുക്ക് കേൾക്കുന്ന കാര്യം ഉറപ്പല്ലേ? അങ്ങനെ നബി തളർന്നപ്പോൾ ജിബ്രീൽ, മീകായിൽ അലൈഹിമസ്സലാം രണ്ടുപേരും വന്ന് എന്താണ് നബിയുടെ തളർച്ചയ്ക്ക് കാരണമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മനസ്സിലാവുണ്ടോ? അപ്പോൾ മനസ്സിലായി
ഒരാളെന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തായിട്ടുണ്ട്? മാരണം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അയാളുടെ പേര് ലബീദ് ബിൻ ആസം എന്നായിരുന്നു. എന്താണ്? ലബീദ് ബിൻ ആസം എന്ന ആൾ മാരണം ചെയ്തു. അത് ചെയ്തത് ഒരു ചീർപ്പിൽ കുറേ എന്താ പറയുക മുടിയും മറ്റുമൊക്കെ ചേർത്തിട്ടൊക്കെയാണ് അയാൾ ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടൊരു കിണറ്റ് കൊണ്ടുപോയിട്ടു. എവിടെ കൊണ്ടുപോയിട്ടു? ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ടു. നബി തങ്ങൾക്ക് അള്ളാഹു ഇത് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ആ കിണറ്റിൽ നിന്ന് അതെടുത്ത് ആ കിണർ മൂടുകയുണ്ടായത്. ആ കിണർ എന്ത് ചെയ്തു? പിന്നീട് മൂടിക്കളഞ്ഞത്, ബാത്തിലാക്കി. ചുരുക്കം പറഞ്ഞാൽ അതിനെ ബാത്തിലാക്കാൻ കൂടിയുള്ള മന്ത്രമായിട്ട് കൂടിയാണ് ഏതിറങ്ങുന്നത്? ഈ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നെന്ത് മനസ്സിലായി? ഏത് വലിയ ശല്യം ഉണ്ടെങ്കിലും, എന്ത് അസ്വസ്ഥതകളുണ്ടെങ്കിലും, എത്ര വലിയ സിഹറാണെങ്കിലും അത് ബാത്തിലാക്കാനും തടുക്കാനുമുള്ള ഒരു പ്രൊട്ടക്ഷനാണ് സൂറത്തുൽ ഫലഖ്. മറക്കരുത്. അതിൽ കൂടെ നാസും കൂടെ ചേരുമ്പോൾ അതിൽ തീക്കട്ടയാണ്. ഓക്കെ, മനസ്സിലാവുണ്ടോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒറ്റ കാര്യം കൂടി പറയുന്നു. ഇനി നമ്മളിത് കൂട്ടി ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതുക? എങ്ങനെയാണോ ഓതുക? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അങ്ങനെയാണോ ഓതുക? അങ്ങനെ ഓതാൻ പാടില്ല. ചില ആളുകൾ എങ്ങനെ ഓതല്? എങ്ങനെ ഓതല്? എങ്ങനെ ഓതല്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാത്തി. അത് തെറ്റാ. പിന്നെ എങ്ങനെ ഓതണം? വഖഫ് ചെയ്യുമ്പോൾ മാത്രമേ സുക്കൂന് വരൂ. ഇവിടെ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ തനതായ ഹർക്കത്ത് എന്താണോ അത് ഉച്ചരിക്കണം. എങ്ങനെ? ഖുൽ അഊദു മുസഫലോക്കി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒന്നുകൂടി കൂട്ടി ഓതണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. കൂട്ടി ഓത്. ഇദാ വഖബ കൂട്ടി ഓത്. ഇദാ വഖബ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എന്തിനാണ് കൂട്ടി ഓദിച്ചെന്നറിയോ? എപ്പോഴും നമ്മൾ സ്പീഡിൽ ഓതുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് പലരും? എങ്ങനെ ഓതും? എങ്ങനെ ഓതും? തെറ്റായിട്ട് ഓതും. എങ്ങനെ? അതെ, അത് ശ്രദ്ധിക്കാതെ എല്ലാവരും സുക്കൂനായിട്ട് ഓതും. അതെ, അതിനാണ് മുസ്ഹഫ് നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനാണ് മുസ്ഹഫ് നോക്കി. മുസ്ഹഫിൽ അതിൻ്റെ ഹർക്കത്ത് എന്താണോ അതാണ് ഓതേണ്ടത്. അല്ലാതെ എങ്ങനെ ഓതരുത്? ചെരുപ്പുഴ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് ഓതാൻ നിർത്തുകയാണെങ്കിലേ ഓതാവൂ. അങ്ങനെ എങ്ങനെ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അപ്പം അങ്ങനെ ഓതാം. നേരെ മറിച്ച് നിർത്താതെ ഓതുകയാണ്, ശ്വാസം വിടുന്നില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഓതരുത്. പിന്നെ എങ്ങനെ ഓതണം? മുസാഫിൽ നോക്കൂ, അതിൻ്റെ ഹർക്കത്തുകൾ നോക്കൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. ഇനി ഇദാ വഖബ കൂട്ടി ഓതി. ഇദാ വഖബ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാതെ എന്താ വരുത്? നിർത്തുന്നില്ലെങ്കിൽ സുക്കൂൻ കൊടുക്കാൻ പാടില്ല. അപ്പം എന്താണോ അതിലെ ഹർക്കത്ത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ ഇലാഹിൻ നാസി എന്ന് പറയാം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസില്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞാൽ നിർത്തുകയാണെങ്കിൽ മാത്രമേ എന്ത് പാടുള്ളൂ? ഉറക്കെ പറയൂ. അല്ലെങ്കിൽ എന്ത് വേണം? ഹർക്കത്ത് വേണം. സുക്കൂന് വരുമ്പോഴാണ് പലപ്പോഴും നീട്ടൽ അവിടെ വരുന്നത്. സുക്കൂനില്ലെങ്കിൽ കൂടുതൽ നീട്ടാൻ പാടില്ല എന്നതുകൂടി മറ്റൊരു നിയമമാണ്. ഏതായാലും 6:33 ഇനി നമുക്ക് നിർത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കാലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തരിച്ചു പോയിട്ടുണ്ടാവും. എന്തായാലും ഖുർആനിൻ്റെ മാസത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖ് പഠിക്കാൻ വേണ്ടി നിങ്ങളിരുന്ന ഈ സമയം ഇത് അള്ളാഹു പൊരുത്തപ്പെടുകയും വലിയൊരു അമലായി സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനും എന്ത് പ്രയാസം, ഷർറുകൾ, മുസീബത്തുകൾ, അസ്വസ്ഥതകൾ
പടച്ചവൻ പടച്ച എന്തൊക്കെ ജീവികൾ ഏതൊക്കെ ഷെറുണ്ടോ അതിൽ നിന്നൊക്കെ കാവൽ കിട്ടാനും അള്ളാഹു നമുക്ക് ഈ സൂറത്തുൽ ഫലക്ക് പഠിച്ചതിലൂടെ അള്ളാഹു കാരണമാക്കി തരട്ടെ. പടച്ചവനെ ഞങ്ങളെ കാക്കണേ അല്ലാ, എല്ലാ ഷെറൊന്നും കാക്കണേ അല്ലാ. പടച്ചവനെ ഇതൊക്കെ ജീവിതത്തിൽ നിത്യമായി കൊണ്ട് നടക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ദിവസവും രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ഓതണം. അള്ളാഹുവിന് തൗഫീഖ് തരട്ടെ. അള്ളാഹുവേ ആപത്തുകൾ, മുസീബത്തുകൾ, സുഹറുകൾ, മാരണങ്ങൾ, മാറാവ്യാധികൾ, മാരകരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, വൈറസ് ബാധകൾ, തൊലിപ്പുറത്തുള്ളതും അകത്തുള്ളതുമായ രോഗങ്ങൾ, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ആക്തിപത്ത് മോശമാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടുന്ന മരണങ്ങൾ തൊട്ടെല്ലാം ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മത്തിന് സലാമത്ത് നൽകണേ ഈ പുണ്യമാസത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ ഞങ്ങൾ ചെയ്ത ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുക റബ്ബേ. ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് താ റബ്ബേ. സ്വർഗ്ഗം തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുക റബ്ബേ. ഖുർആൻ്റെ തണലും തുണയും വെളിച്ചവും തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ ഖുർആൻ്റെ ശുപാർശയോടെ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഭാഗ്യവും തരണേ ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളൊക്കെ ഖുർആൻ്റെ അഹ്ലുകാരാക്കി തരണേ ഖുർആൻ ആഴത്തിൽ അറിയാൻ പഠിക്കാൻ അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും തരണേ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.